ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം ശർമാജി. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൈവിഷം. കേട്ടിട്ടുണ്ടോ എല്ലാവരും കൈവിഷം എന്ന് പറയുന്നത്? ഞാൻ മൈക്ക് എല്ലാവർക്കും ഓപ്പൺ ചെയ്ത് തരാം. അപ്പൊ മൈക്ക് എടുക്കാനുള്ളൊരു ഹലോ. ഇപ്പൊ എല്ലാവർക്കും മൈക്ക് എടുക്കാൻ പറ്റുന്നില്ലേ? ഒന്ന് ചെക്ക് ചെയ്യൂ. ഹലോ. ആ, മൈക്ക് ഓപ്പൺ ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ കൈവിഷം എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ഒന്ന് മൈക്ക് എടുത്തൊന്ന് പറയാമോ? Hola, ഹലോ. ഹലോ. കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. പറയൂ മാഡം. ആ, കേട്ടിട്ടുണ്ട് സാറേ. കൈവിഷം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. സാർ ഈ ക്ലാസ് ഓക്കെ വെച്ച്. ഓക്കെ ഓക്കെ സാർ, ഓക്കെ സാർ ഓക്കെ കണ്ടിന്യൂ ഓക്കെ ചെയ്തോളൂ. ശരി ശരി. എല്ലാവർക്കും അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മൈക്ക് എടുക്കാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോ നമ്മൾ ഈ കൈവിഷം എന്ന് കേട്ടിട്ടുണ്ട്. മിക്കവാറും ഒക്കെ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കാം കൈവിഷം എന്നുള്ളത്. അപ്പോ ഇത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ അതില് തുടക്കത്തില് നമ്മൾ വിഷം എന്ന് കേട്ടിട്ടില്ലേ? വിഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? വിഷം എന്താണ്? ഹലോ, സജിത് സാർ പറയൂ. ഹലോ. സാറേ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാം, പറയൂ സർ. സാറേ, ആഹരിക്കാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ ശരീരത്തിന് ദോഷം ചെയ്യുന്നത് ഓക്കെ, എന്നുള്ള അർത്ഥത്തിലേ അത്. അതാണ് വിഷം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വിഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഹ് ആവശ്യത്തിൽ കൂടുതലുള്ളത്, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ എന്താണോ നമ്മുടെ കൈവശം ഇരിക്കുന്നത് അതിനെല്ലാം വിഷമായിട്ടാണ് നമ്മളുടെ ആത്മീയ ആചാര്യന്മാർ കണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മൾ വിഷം എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളായാലും പോലും നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് വിഷമായിട്ട് അത് മാറുന്നത്, അല്ലെ? നമ്മുടെ ശരീരത്തിൽ ഇപ്പോ പാമ്പിന്റെ വിഷമായിരുന്നാൽ പോലും പ്രോട്ടീനാണ്. നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതലായ അമിതമായ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അത് വിഷമായി മാറുന്നത്. അപ്പൊ വിഷം എന്നതിനെ കൊണ്ട് കുറിച്ച് നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അധികമായി കൈവശം ഇരിക്കുന്നത് എന്തോ അത് വിഷമാണെന്നാണ്. കാരണം അത് നമ്മളെ നശിപ്പിക്കുമെന്നാണ് പറയാ. ഇപ്പോ നമ്മുടെ കയ്യിൽ അധികമായിട്ടിരിക്കുന്നത് വാത്സല്യമാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം, വാത്സല്യം എന്നൊരു ഒരു ഇമോഷൻ ആണ് നമ്മളിൽ അധികമായിട്ട് നിൽക്കുന്നത്. നമുക്ക് ആരെ കണ്ടാലും ഭയങ്കരമായ വാത്സല്യം തോന്നും. നമ്മുടെ കുട്ടികളോടൊക്കെ അമിതമായ വാത്സല്യമാണ്. അപ്പൊ ഈ വാത്സല്യം നമ്മളെ പലപ്പോഴും അന്ധരാക്കും. അപ്പൊ അന്ധരാക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് അധികമായിട്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വാത്സല്യം കൊണ്ട് നമ്മുടെ കണ്ണ് അടഞ്ഞു പോകും. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ തെറ്റ് തിരുത്തേണ്ടടുത്ത് കുട്ടികളെ ഒന്നും തെറ്റ് തിരുത്താതെ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇത് നല്ല നേർവഴിക്ക് നടക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ വാത്സല്യം തന്നെ നാളെ ഒരു സമയത്ത് നമ്മളെ നശിപ്പിക്കുന്നതായി മാറും. അപ്പൊ അതുപോലെ ഏത് വൈകാരിക അവസ്ഥയായിരുന്നാലും അല്ലെങ്കിൽ എന്ത് തന്നെയായിരുന്നു, നമ്മളിൽ പണമാണ് അധികം ഇരിക്കുന്നതെങ്കിൽ, കൂടുതൽ പണം ഇരിക്കുന്നത്, നമുക്ക് ആവശ്യത്തിനേക്കാൾ ഒരുപാട് പണം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഭയം ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ അത് നമ്മൾ നശിക്കാൻ കാരണമായിട്ട് മാറും. പ്രണയമാണ് ആവശ്യത്തിലധികം നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ആ പ്രണയം മൂലമായിരിക്കും നമ്മുടെ നാശം ഉണ്ടാവുക. അപ്പോ വിഷത്തെ കുറിച്ച് പറയുന്നത് ഭക്ഷണ സാധനങ്ങളിലായിരുന്നാലും നമ്മുടെ ശരീരത്തിനായിരുന്നാലും മനസ്സിനായിരുന്നാലും അധികമായി കൈവശം വെച്ചിരിക്കുന്നത് വിഷമാണ് എന്നറിയണം. എല്ലാം ആവശ്യത്തിനാകുമ്പോഴാണ്. അധികമായാൽ അമൃതും വിഷമായി മാറും. അപ്പൊ പിന്നെ ഏറ്റവും ജീവൻ നിലനിർത്താൻ കഴിയുന്ന ഏറ്റവും എന്താ പറയാ, നമ്മൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് അമൃത് എന്ന് പറയുന്നത്. അധികമായാൽ അമൃതും വിഷം എന്നാണ് പറയുക. അപ്പോ അധികം എന്നതുകൊണ്ടാണ് നമ്മൾ വിഷത്തെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിനായിരുന്നാലും മനസ്സിനായിരുന്നാലും വന്നു ഭവിച്ചാൽ അത് വിഷമായിട്ട് പ്രവർത്തിക്കും നമ്മളിൽ.
അങ്ങനെയാണ് വിഷത്തെ നാം മനസ്സിലാക്കേണ്ടത്. ഇനി കൈവിഷം എന്ന് പറയുന്നത് എന്താണ്? കൈവിഷം നമ്മൾ എപ്പോഴും ഇമോഷണലി ആണ് കൈവിഷം ഉണ്ടാക്കുന്നത്. കൈവിഷം ഏറ്റു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇമോഷണലി ഇൻബാലൻസ്ഡ് ആയി പോകും. ഏതെങ്കിലും ഒരു വൈകാരിക അവസ്ഥയുടെ പിന്നാലെ ആയി പോവും. നമ്മളുടെ എല്ലാ ചിന്തകളും അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും. ഇതാണ് കൈവിഷം ഏൽക്കുമ്പോൾ ഒരു മനുഷ്യന് സ്വാഭാവികമായി സംഭവിക്കുന്നത്. കൈവിഷം ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഇമോഷനുമായിട്ട് കണക്ട് ആയിട്ട് ആ ഇമോഷൻ നമ്മളിൽ അധികമായി മാറും. നമ്മൾ ഇമോഷണലി ഇൻബാലൻസ്ഡ് ആവും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഏതെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ജീവിതയാത്രയുമായിട്ടൊന്നും മാച്ചിങ് ഇല്ലാത്ത അല്ലെങ്കിൽ അതിലേക്കൊന്നും വന്നു ഭവിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ ഇമോഷൻസ് നമ്മളെ നയിച്ചു കൊണ്ടുപോകും. അപ്പൊ എന്ത് പറ്റും? നമ്മൾ നമ്മളുടെ ജീവിതത്തിന്റെ ഗൗരവം നഷ്ടപ്പെടുത്തും. നമ്മുടെ ജീവിതം ഇത്ര പ്രായമാകുമ്പോൾ നമുക്ക് ഇന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ ഇത്ര സമയം കഴിയുമ്പോൾ നമുക്ക് ഇന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, നമ്മളുടെ സോഷ്യൽ വാല്യൂ, നമ്മളുടെ സാംസ്കാരികമായിട്ടുള്ള ഉയർച്ച, ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ഇന്ന സ്ഥലത്താണ് ജനിച്ചിരിക്കുന്നത്, ഇന്ന തറവാട്ടിലാണ്, ഇന്നതാണ് നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ ഇന്ന രീതിയിൽ ജീവിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളുടെ ആ ഒരു സ്ഥലകാല ബോധം, അതുപോലെ നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാട്, ഇവയിലൊക്കെ ഉള്ള ഗൗരവം നഷ്ടപ്പെട്ടു പോകും. ഇമോഷണലി നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. കൈവിഷം നമ്മളിൽ അങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക. ഇത് എങ്ങനെയാണ് നമ്മളിൽ വന്നു ഭവിക്കുക എന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ കൈവിഷം നമ്മളിൽ എഫക്റ്റ് ചെയ്യും. ഒന്ന്, ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് ഒരു ഭയങ്കരമായ ഇമോഷണലി പ്രോഗ്രാം ചെയ്ത ഏതെങ്കിലും ഒരു ഫുഡ് നമുക്ക് തന്നു കഴിഞ്ഞാൽ, അത് നമ്മൾ ആഹരിച്ചു കഴിഞ്ഞാൽ ആ ഇമോഷൻ നമ്മളിൽ അധികരിച്ചു നിൽക്കും. അത് മനഃപൂർവ്വമായിട്ട് ഒരാള് നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോ കൈവിഷം ഭവിക്കുന്നത് നാശത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മളുടെ ഗുണത്തിന് വേണ്ടിയും നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് നമ്മളിൽ ഒരു ലക്ഷ്യത്തെ ഉറപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു ഇമേഷനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്തില്ല ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ നിന്നോ ഒക്കെ പ്രത്യേകമായി പൂജകളൊക്കെ കഴിച്ച് ചില പ്രസാദങ്ങളൊക്കെ നമുക്ക് തരും. അതൊക്കെ നമുക്ക് ക്ഷേത്രങ്ങളിലെ ആരാധനാലയങ്ങളിലൊക്കെ പൂജ കഴിച്ച് നൽകുന്ന ആ പ്രസാദമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളിൽ ഇമോഷണലി ബാലൻസ്ഡ് ആക്കാനാണ് അതൊക്കെ സഹായിക്കാം. പക്ഷേ ഇത് അല്ലാതെയും സംഭവിക്കാം. ഇമോഷണലി നമ്മൾ സ്വയം ദൈവഹത്യ വന്നു ചേരുന്ന കൈവിഷബാധ എന്നൊക്കെ പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നിരാശാജനകമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ തൊട്ടടുത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്ത് എന്തെങ്കിലും ഒരു അപമൃത്യുവോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു, നമ്മളത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുകയാണ്. ആ ഡിസ്റ്റർബ് ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് ഭക്ഷണ സാധനം കഴിക്കുമ്പോഴും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളുടെ മനസ്സിലുള്ള, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളുടെ മനസ്സിൽ ചിന്തകൾ എങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിന് നമ്മൾക്ക് ഒരു പ്രഭ ഉണ്ടാക്കി തരുന്നത്, അതിനെങ്ങനെയാണ് ചാർജ് മറ്റുള്ള സാഹചര്യങ്ങളെയും വസ്തുക്കളെയും ഒക്കെ നമ്മളിലേക്ക് ആകർഷിക്കുക എന്നിങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇമോഷണലി ഇൻബാലൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത്, നമ്മൾ ഏറ്റവും അധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണ് നമുക്ക് കഴിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഇമോഷണലി നമ്മൾ ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത, ഒരിക്കലും മാച്ചിങ് അല്ലാത്ത ഒരു സംഭവം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും അത് ജീവിതത്തിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഇമോഷൻ എന്താവും? മോശമാവും. നിരാശയിലേക്ക് അല്ലെങ്കിൽ വിഷമത്തിലേക്ക്, അങ്ങനെയുള്ള ആ ഒരു ഇമോഷനിലേക്ക് നമ്മൾ കടന്നു പോകും. ഈ ഇമോഷൻ നമ്മൾ ഭയങ്കരമായി ഇമോഷണലി നമ്മൾ വീക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളൊരു സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ചോറോ കറിയോ അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനുള്ളത്, നമുക്ക് കഴിക്കാനുള്ളതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുറെ സാധനങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണല്ലോ ഒരു കറി ആയിരുന്നാലും നമുക്ക് കഴിക്കാനുള്ള എന്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത ചിത്രങ്ങളാണ്. മറ്റെവിടെയെങ്കിലും നടന്ന ഏതെങ്കിലും ഒരു കാര്യം അത്
നമ്മൾ പത്രത്തിലൂടെ വായിച്ചത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സുഹൃത്തിന് സംഭവിച്ചത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അയൽപക്കത്ത് സംഭവിച്ചത്, നമ്മൾ ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞത്, അത് അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഈ കാര്യം ഭയങ്കര ഇമോഷണലി ആണ് ആ സാഹചര്യത്തെ നമ്മൾ കടന്നു പോകുന്നത്. ഭയങ്കര ഇമോഷണലി വീക്കായിട്ടാണ് നമ്മൾ പോവുക. ആ സമയത്ത് നമ്മൾക്ക് ഒരു ഭയങ്കരമായ വിഷമം ഉണ്ടാവാം, അല്ലെങ്കിൽ നിരാശ ഉണ്ടാവാം. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മളുടെ ചിന്തകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥ, അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയിലുള്ള എനർജിയാണ് ആ ഭക്ഷണത്തിൽ പ്രോഗ്രാം ചെയ്യപ്പെടുക. ഇത് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അകാരണമായി നമ്മൾ വിഷമം അനുഭവിക്കാൻ തുടങ്ങും. ഒരു കാരണവുമില്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് വിഷമം കയറി വരും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ നമ്മളിലേക്ക് ദേഷ്യം കടന്നു വരും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ചില ചിത്രങ്ങൾ നമ്മൾ തന്നെ സ്വയം അതിനെ വിഷമാക്കി, ഇമോഷണലി നമ്മൾ അധികമാകുമ്പോഴാണ് കൈവശം എന്ന് പറയുന്നത്. ഇമോഷണലി നമ്മളെ ഇൻബാലൻസ്ഡ് ആക്കുന്നതാണ് ഈ കൈവശം എന്ന് പറയുന്നത്. അല്ലെ, ശാരീരികമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ്. ഇൻഡയറക്റ്റ് ആയിട്ട് അത് ശരീരത്തെയും ബാധിക്കും. കുറെ നാൾ നമ്മൾ ഇതേ മാനസികാവസ്ഥയിൽ തുടരുകയാണെങ്കിൽ നമ്മുടെ ശാരീരിക അവസ്ഥയെയും അത് ബാധിക്കും. ശരീരത്തിന് പല രീതിയിൽ ക്ഷീണം അനുഭവപ്പെടാം, പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഇതൊക്കെ സംഭവിക്കാം. അപ്പൊ ഇതിലേക്കൊക്കെ കണക്ട് ചെയ്ത് പോകുന്ന ഈ കൈവശം നമ്മൾ തന്നെ നമ്മൾ അറിയാതെ പലപ്പോഴും ഉണ്ടാക്കി നമ്മൾ കഴിക്കുകയും നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുകയും നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു, ആ പ്രശ്നത്തിനോട് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ദേഷ്യമായിട്ടാണ്. ആ പ്രശ്നത്തെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ മറ്റാരോടുള്ള വൈരാഗ്യമായിട്ടാണ് നമുക്ക് എഫക്ട് ചെയ്യുക. ഈ വൈരാഗ്യം നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പാചകം ചെയ്യുന്ന ഒരു അവസ്ഥയാണെന്ന് വെച്ചോ. ആ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വൈരാഗ്യം മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്, നമ്മൾ അതൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഫീലിംഗ് ദേഷ്യമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയോടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തോടാവാം. ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മളെ ഹർട്ട് ചെയ്യാറുണ്ട്, ഇല്ലേ? പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്ന പല കാര്യങ്ങളും നമ്മളെ ഇമോഷണലി ചിലപ്പോൾ ബാധിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ദേഷ്യമായിട്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ദേഷ്യമായിട്ടാണ് റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് ഒരു കാര്യം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ മുഴുവൻ ആ സംഭവത്തോടുള്ള പ്രതിഷേധം എന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ ദേഷ്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഈ വെക്കുന്ന ഭക്ഷണം നമ്മുടെ വീട്ടിലുള്ള ഡൈനിങ് ടേബിളിൽ വിളമ്പുന്ന സമയത്ത് നമ്മളുടെ ഫാമിലിയാണ് അത് കഴിക്കുക. ഇപ്പോ നമ്മൾ ഒരാളെ ആ ദേഷ്യം ബാധിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് വിളമ്പി കഴിക്കുമ്പോൾ മുതൽ നമ്മുടെ ഫാമിലിയിലുള്ള മറ്റ് അംഗങ്ങൾക്കും അകാരണമായി ദേഷ്യം ഉണ്ടാകും. അവരുടെ ഉള്ളിൽ ദേഷ്യം അധികരിച്ചു വരാൻ തുടങ്ങും. ഇത് പിന്നെയും പിന്നെയും ആവർത്തിച്ചാൽ, ഇതിപ്പോ ഒരു പ്രാവശ്യം സംഭവിച്ചു, അത് നമ്മൾ കഴിച്ചു, അതിൻ്റെതായിട്ടുള്ള ഒരു റിയാക്ഷൻസ് നമുക്ക് ലൈഫിൽ ഉണ്ടായി, അതിനുശേഷം നമ്മൾ പോസിറ്റീവ് തോട്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിത്യാനുഷ്ഠാനങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരാളാണ്. ഓരോ ദിവസവും കഴിഞ്ഞുപോയ കാര്യത്തെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കഴിഞ്ഞുപോയ കാര്യങ്ങളെ, പാസ്റ്റിനെ പാസ്റ്റ് ആയിട്ട് നമ്മൾ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാസ്റ്റിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾക്ക് നന്ദിയും സ്നേഹവും അല്ലെങ്കിൽ ക്ഷമാപണവും ഒക്കെ നടത്തി ഫ്യൂച്ചറിലേക്കുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ ചെയ്ത് കിടക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ നിത്യാനുഷ്ഠാനങ്ങൾ കൃത്യമായി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അവർ ഓരോ ദിവസവും അവർക്കുണ്ടായ അനുഭവങ്ങളെ അവർ ക്ലിയർ ചെയ്യാറുണ്ട്. നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും, നല്ലതാണെങ്കിൽ അതിന് നന്ദി പറഞ്ഞും, ചീത്തയാണെങ്കിൽ അതിന് ക്ഷമിച്ചും അല്ലെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ടും ഒക്കെ അതിനെ ഓരോ ദിവസവും ഡിസ്ചാർജ് ചെയ്തുകൊണ്ട്, ഓരോ ദിവസവും പുതിയ പുതിയ ദിവസങ്ങൾ പുതിയ പുതിയ വ്യക്തികളായിട്ട്, അല്ലെങ്കിൽ പുതിയ പുതിയ ഇതായിട്ടാണ് നമ്മൾ പുതിയ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള രീതിയിലാണ് ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും അവർ സ്വീകരിക്കുക. നിത്യാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കർമ്മയെ ഒരു പരിധിവരെ മാറ്റി നിർത്താൻ, തലേ ദിവസം നടന്ന ഒരു സംഭവത്തെ പിറ്റേ ദിവസം കൂളായിട്ട് അത് കഴിഞ്ഞു പോയി എന്ന അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാനും അതിനെ ഒഴിവാക്കാനും കഴിയും. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ശരീരത്തിനുള്ളിലേക്ക്, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നുകൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഇമോഷൻസിനെ ഇത് ബാധിക്കുകയും നിരന്തരമായിട്ട്, നിത്യാനുഷ്ഠാനങ്ങളൊന്നും ഇല്ല എങ്കിൽ മനസ്സിനെ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ, മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞുപോയ കാലത്ത്, കഴിഞ്ഞ വർഷം നടന്ന ഒരു സംഭവം പോലും ഇപ്പോഴും ആലോചിച്ച് ദേഷ്യപ്പെടുക, നിരാശപ്പെടുക, സങ്കടപ്പെടുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും.
അങ്ങനെ പോകുന്ന സമയത്ത് ഇമോഷണലി നമ്മൾ ഇംബാലൻസ്ഡ് ആവുകയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അശ്രദ്ധമായിട്ട് മാറുകയും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വിജയം പോലും നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഒരുപാട് നല്ല റിസൾട്ടുകൾ ഉണ്ടാവുന്നുണ്ടാവാം, നല്ല ബന്ധങ്ങൾ പുതുതായിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരെ, വ്യക്തികളെ പരിചയപ്പെടുന്നുണ്ടാവാം, അതുപോലെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ ചെറുതെങ്കിലും ലാഭവും ഒക്കെ ഉണ്ടാവുന്നുണ്ടാവാം, അതിനൊരു വളർച്ച ഉണ്ടാവുന്നുണ്ടാവാം. പക്ഷേ ഇതിനെ ആസ്വദിക്കാനും ഇതിനെ കാണാനും നമുക്ക് കഴിയില്ലെങ്കിലോ, ഇതിനെ മാനസികമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിലോ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല സംഭവങ്ങളെ പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഇമോഷണലി മാറിപ്പോകും. അപ്പൊ ഇതാണ് കൈവശം പതിയെ 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 നമ്മൾ ഉണ്ടാക്കുന്ന മാറ്റം. കൈവശം മനഃപൂർവ്വമായിട്ട് ചെയ്യാം. ഇപ്പൊ ചില സാഹചര്യങ്ങളിൽ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു രണ്ട് പേര് തമ്മിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അയാളുടെ ലക്ഷ്യത്തിൽ നിന്നൊക്കെ മാറി ഒരുപാട് ഇപ്പൊ ജോലി വാങ്ങണം, നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളുമായിട്ട് വളർന്നു വരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഒരു സമയം മുതൽ തന്റെ ലക്ഷ്യത്തിൽ നിന്നും തന്റെ സ്വപ്നങ്ങളിൽ നിന്നുമൊക്കെ അകന്നു പോകുന്ന സമയം ഉണ്ടാവാം. അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ടുകൾ, അല്ലെങ്കിൽ അവരുടെ ചിന്തകളൊക്കെ മാറി മാറി ഡൈവേർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലക്ഷ്യവും അദ്ദേഹത്തിന്റെ ചിന്തകളും ഒക്കെ ഉറപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇപ്പോ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലോ ഒക്കെ പൂജകളൊക്കെ കഴിച്ചിട്ട് ആ കാര്യം അദ്ദേഹത്തിന് നടപ്പിലാവാൻ വേണ്ടിയിട്ട് പല ആവർത്തി ആ ഇമേജ്, അല്ലെങ്കിൽ നമുക്കറിയാം ചിന്തകൾ എപ്പോഴും ചിത്രങ്ങളുടെ രൂപത്തിലാണ്. അപ്പൊ അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒരു ഇമാജിനേഷനെ ഭയങ്കര നല്ല രീതിയിൽ ഇമോഷണലി എക്സൈറ്റ്മെന്റ് നിറച്ചുകൊണ്ട് ആ ഒരു ഇമാജിനേഷനെ തന്നെ അതിൽ ഏകാഗ്രമായി ആ ഒരു ഇമാജിനേഷനിൽ ശ്രദ്ധിച്ചുകൊണ്ട്, ഇപ്പൊ ഒരാള് പഠിക്കുകയാണ്, ആ പഠനത്തിൽ അദ്ദേഹത്തിന് ഉയർച്ച ഉണ്ടാകുന്ന, ഒരുപാട് നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്ന, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമ്മൾ മനസ്സിൽ ഒരു എക്സൈറ്റ്മെന്റോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യത്തെ കൃത്യമായി ഏകാഗ്രമായി ചിന്തകൾ കൊണ്ട് അതിന് പവർ നൽകിക്കൊണ്ട് ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ ആ ഒരു കാര്യത്തെ ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രസാദം, അല്ലെങ്കിൽ ഒരു ഭക്ഷണ സാധനം, ഒരു മിഠായി ഒക്കെ അദ്ദേഹത്തിന് നൽകുകയാണ് എങ്കിൽ ആ വ്യക്തി അത് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അകന്നു തുടങ്ങിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങും. അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ വീണ്ടും അദ്ദേഹത്തിൽ ഉറയ്ക്കാൻ തുടങ്ങും. ഇതിനു വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഈ നമ്മൾ മനഃപൂർവമല്ലാതെ, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ഇപ്പം മരണ വീട്ടിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പുല ഒക്കെ വീടിക്കഴിഞ്ഞാല്, പുലയും വാലായ്മയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. അപ്പൊ പുലയൊക്കെ വീടിക്കഴിഞ്ഞാല് പുല വീടുന്ന ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും ആ പുല വീടൽ ചടങ്ങിൽ പങ്കെടുക്കുകയും അവിടെ ആ പുല വീട്ടി അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട്, ആ ദുഃഖത്തെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് അതിനെ ജീവിതത്തിൽ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി കട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഈ പുല വീടൽ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരു എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരാൾ നമ്മളെ വിട്ടുപോയി. ആ വിട്ടു പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടാവും. ആ ദിവസങ്ങളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അല്ലെങ്കിൽ അവിടെ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിലും എല്ലാം ആ ഒരു വിഷമം നിറഞ്ഞ, അല്ലെങ്കിൽ വളരെയധികം സങ്കടകരമായ ഒരു ഫീലിങ്സ് ആ അന്തരീക്ഷത്തിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും എല്ലാം ഉണ്ട്. ആ സമയത്ത് നമ്മളുടെ ഇമാജിനേഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഫീലിങ്സ് എല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വിഷമാവസ്ഥയിലേക്ക് പോകും. ഈ പോകുന്ന സമയത്ത് ഇതിൽ നിന്നൊരു റിക്കവറി, ഇത് തുടർച്ചയായിട്ട് ചിലപ്പോൾ 3, 4, 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് കഴിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒക്കെ ഈ ചിന്തകൾ കണക്റ്റ് ആവും. ആ കണക്റ്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള, നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത പലതരത്തിലുള്ള ചിന്തകൾ ചിത്രങ്ങളുടെ രൂപത്തിൽ നമ്മളെ പിന്തുടരുന്നുണ്ടാവും. അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഓർമ്മകളിലൂടെ ഇങ്ങനെ കുതിച്ചു പായുന്നുണ്ടാവും. ഈ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും എല്ലാം എന്തായിരിക്കും? ഈ ബാഡ് ഫീലിംഗ് ആയിരിക്കും. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മളെ വിഷമിപ്പിക്കുന്ന ആ ഒരു ഫീലിങ്സ് ആയിരിക്കും. ഈ ഫീലിങ്സ് ആ പുലവീടൽ എന്ന് പറയുന്ന ആ ഒരു ചടങ്ങിൽ ആ ഒരു വിഷമാവസ്ഥയെ, ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മാറ്റി നിർത്തി മുമ്പോട്ട് പോകുന്ന, വീണ്ടും അവിടെ പുതിയ ജീവിതം തളിർക്കുന്ന ഒരു
കാര്യമാണ് അതിലൂടെ നമ്മൾ ചെയ്യുക. ഇതേപോലെ തന്നെ ജീവിതത്തിൽ വിഷമാവസ്ഥകൾ ഉണ്ടാവാം. ആ വിഷമാവസ്ഥകളിൽ നിന്നും അതിനെ അംഗീകരിച്ചുകൊണ്ട്, ജീവിതത്തിൽ ഉണ്ടായ നല്ലതോ ചീത്തയായ ആ സംഭവത്തെ അംഗീകരിച്ചുകൊണ്ട് അത് കഴിഞ്ഞു പോയി എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിനി ഇന്നതാണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവുക. അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ ആ വിഷമം തന്നെ 10 വർഷം കഴിഞ്ഞാലും 12 വർഷം കഴിഞ്ഞാലും അതിൽ ജീവിക്കേണ്ടി വരും. ഒരു നല്ല പൂവ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോയി, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ആ വിട്ടുപോയ ആളുടെ കുറിച്ചുള്ള വിഷമാവസ്ഥയിൽ ഈ പുലവീടല് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യാതെ ഫോളോ അപ്പ് ചെയ്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ നല്ല ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹത്തെ ഓർക്കും. അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല, വിഷമിക്കാനേ പറ്റുള്ളൂ. നല്ല പൂ കാണുമ്പോൾ, അല്ലെങ്കിൽ പക്ഷികളെ കാണുമ്പോൾ, ചിത്രശലഭങ്ങളെ കാണുമ്പോൾ, പ്രകൃതിയിൽ നമ്മൾ പോയിട്ടുള്ള പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഒക്കെ എന്തായിരിക്കും ഓർക്കുക? അദ്ദേഹത്തെ കുറിച്ചുള്ള ചിത്രങ്ങൾ നമ്മളിലേക്ക് കണക്ട് ആവുകയും നമുക്കത് ആസ്വദിക്കാൻ കഴിയാത്ത രീതിയിൽ വിഷമാവസ്ഥയിലേക്ക് എപ്പോഴും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോകും. ഒരു ഒറ്റപ്പെട്ട് ജീവിതം, മാനസികമായിട്ട് ചുറ്റുപാടുകളിൽ എത്രയൊക്കെ ജനങ്ങൾ ഉണ്ടെങ്കിലും, നമുക്ക് ആസ്വദിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചുറ്റുപാടുകളിൽ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വിട്ട് പിന്മാറി നമ്മൾ ഒറ്റയ്ക്കൊരു ലോകം തീർത്ത് അതിനുള്ളിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകും, ഒറ്റപ്പെട്ടു പോകും. അപ്പൊ ഇതൊക്കെ കൈവശത്തിന്റെ, അല്ലെങ്കിൽ കൈവശം എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാക്കുന്നതാണ്. ഈ കൈവശം എന്ന് പറയുന്നത്, വിഷം എന്ന് പറഞ്ഞാൽ അധികമായിരിക്കുന്നതിനെയാണ് നമ്മൾ വിഷം എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്താണോ ആവശ്യത്തിൽ കൂടുതൽ നമ്മളിൽ ഉള്ളത് അത് നമ്മളെ നശിപ്പിക്കാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലായിരുന്നാലും നമ്മുടെ ശരീരത്തിലായിരുന്നാലും ഒക്കെ എപ്പോഴും ഒരു റിജുവിനേഷൻ നടക്കും. ആ റിജുവിനേഷൻ നടക്കാതെ വന്നാൽ പൂർണ്ണമായിട്ടും എന്ത് സംഭവിക്കും? നമ്മൾ ഡിസ്ട്രോയ് ആവും. നമ്മളുടെ ജീവിതം നിരാശയിൽ ചെന്ന് അങ്ങ് അസ്തമിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോകും. നമുക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അത് പാടില്ല. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കൈവശം, നമ്മളുടെ ചേർത്തല, കേരളത്തിൽ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവിഴ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. വളരെയധികം പ്രസിദ്ധി ആർജിച്ചൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ കൈവിഷം ഇറക്കുന്നതിന് വേണ്ടി മാത്രം, അത് അവിടെ ഒരു ചടങ്ങാണ്. അവിടുന്ന് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈവിഷം ഉണ്ടാവില്ല. അവിടെ മരുന്ന് കുടിക്കാൻ വരുന്നവരൊക്കെ ഉള്ളില് കഴിച്ച സാധനം, ഇപ്പൊ അവര് മിഠായിയിലോ അല്ലെങ്കിൽ ബ്രാൻഡിയിലോ അങ്ങനെ എന്തിലാണോ കഴിച്ചത്, ഈ കൈവിഷത്തിന് മരുന്ന് കുടിക്കുന്ന സമയത്തൊക്കെ അവിടുത്തെ ഒരു ആചാരം അനുസരിച്ചിട്ട് 7 ദിവസം വ്രതം എടുത്ത് ആണ് അവിടെ ചെല്ലേണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം അവിടെ ഭജന ഇരുന്ന് അതിരാവിലെയാണ് മരുന്ന് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് ഒരു ക്ഷേത്രാചാരം. എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഈ പ്രോഗ്രാം ചെയ്യപ്പെടുന്ന കാര്യങ്ങളെ നമുക്ക് തന്നെ അതിനെ ഇല്ലാണ്ടാക്കാം, അതിനെ ഡിസ്ട്രോയ് ചെയ്യാം. അതെങ്ങനെയെന്നാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഈ ക്ഷേത്രങ്ങളിലേക്ക് പോവുക എന്നതിനേക്കാൾ ഉപരി നമുക്ക് തന്നെ അതിനെ സ്വയം മാറ്റിയെടുക്കാൻ സാധിക്കും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വാട്ടർ ടെക്നിക്ക് നിങ്ങൾക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാം. വാട്ടർ ടെക്നിക്കിലൂടെ നമുക്കത് മാറ്റിയെടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോ വലിയ രീതിയിലുള്ള കൈവശമൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യുമ്പോഴും ഈ കൈവശം മാറ്റുന്ന സമയത്തും നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകാഗ്രതയോട് കൂടിയുള്ള ഒരു ഇമാജിനേഷൻ ആണ് നമുക്ക് ആവശ്യം. ഇത് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് പലപ്പോഴും ക്ഷേത്ര പുരോഹിതന്മാരെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലെ പുരോഹിതന്മാരെയൊക്കെ നമ്മൾ സമീപിക്കുക. നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു ഇമാജിനേഷനെ ദീർഘനേരം നമ്മളുടെ മനസ്സിൽ നിർത്താൻ, അതിനൊരു ക്രിസ്റ്റൽ ക്ലാരിറ്റിയോട് കൂടി നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ ചിന്ത മാറി പോവും. ഏകാഗ്രതയോട് കൂടി അത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയാതെ പോകും. അങ്ങനെ ഒരു ഇമാജിനേഷൻ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ കഴിയാതെ പോകും. അപ്പൊ ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പുരോഹിതന്മാരെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങള് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ, ജ്യോത്സ്യന്മാരെയൊക്കെ സമീപിക്കും. ഹലോ, ഇടയ്ക്ക് മൈക്ക് ഓൺ ആകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഞാൻ മൈക്ക് ഓപ്പൺ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കൈവശം എന്ന് പറയുന്നത് 2 രീതിയാണ്. എന്താണ് വിഷം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കി. നമ്മളിൽ അധികമുള്ളതും നമ്മളെ നശിപ്പിക്കാൻ പോകുന്നതുമായതാണ് വിഷം എന്ന് പറയുന്നത്. അത് ഒരു ഫുഡായിരുന്നാലും മറ്റെന്ത് തന്നെ ആയിരുന്നാലും. അപ്പോ കൈവശം എഫക്റ്റ് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്? ഇമോഷണലി ആണ് നമ്മളെ
താളം തെറ്റിക്കുന്നത്. നമ്മളെ ഇമോഷൻസിനെയാണ് അത് ബാധിക്കുക. ഇപ്പോ രണ്ടു പേര് തമ്മിൽ ഇപ്പൊ വിവാഹം കഴിച്ച ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന സമയത്ത് രണ്ടു പേർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നാൽ ആ അഭിപ്രായ വ്യത്യാസം പിന്നെയും പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നുകൊണ്ട് അവര് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ ആ അഭിപ്രായ വ്യത്യാസങ്ങളും ജീവിതത്തിലെ ആവശ്യമില്ലാത്ത ചിത്രങ്ങൾ, ആവശ്യമില്ലാത്ത ഇമാജിനേഷൻസുമാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ ഈ പിണക്കം അല്ലെങ്കിൽ ആ ഒരു വൈകാരിക അവസ്ഥ, ഒരു ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ കൂടി 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 വന്നുകൊണ്ടിരിക്കും. കൂടി വന്നുകൊണ്ട് നിസാര കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് വൈകാരികമായിട്ട് ഇൻബാലൻസ്ഡ് ആവും. നിസാരമായ കാര്യങ്ങൾക്ക് വളരെയധികം ദേഷ്യപ്പെടും. നിസാരമായ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സമയത്ത് വളരെ പുഞ്ചിരിയോടുകൂടി കണ്ട പല കാര്യങ്ങളും പിന്നീട് ദേഷ്യത്തോടു കൂടി കാണാൻ തുടങ്ങും. ഇങ്ങനെ അത് കൈവശം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഓരോ ദിവസവും ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം നമുക്ക് ദുരിതപൂർണമാക്കി തീർക്കും. അപ്പോ ഇത് സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടു പേര് തമ്മിൽ ഐക്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ആ ഇമാജിനേഷൻസ്, ആ വിഷ്വലൈസേഷൻ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലേക്ക് കൊണ്ടുവന്ന് വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന് ഒരു ചായ കുടിക്കുന്ന ഒരു ഇമാജിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോട് കൂടി ഇമാജിനേഷനിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം പാകം ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള, അതല്ലെങ്കിൽ ഒരു തൊഴിലിന് വേണ്ടിയിട്ടാവാം, നല്ല കുടുംബത്തിലെ ഐക്യത്തിന് വേണ്ടിയിട്ടാവാം, അപ്പൊ എന്തിനായിരുന്നാലും നമ്മൾ ആ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് വളരെ ഇമോഷണലി വളരെയധികം ഹാപ്പി ആക്കി വെച്ചുകൊണ്ട്, വളരെയധികം സന്തോഷം മനസ്സിൽ മനഃപൂർവമായിട്ട് വരുത്തിക്കൊണ്ട് ജീവിതത്തിൽ സന്തോഷമുള്ള മുഹൂർത്തങ്ങളെ, ഇത് ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഫീലിങ്സിനെയൊക്കെ കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഒരു ഭക്ഷണ സാധനം പാചകം ചെയ്താൽ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിന്ന് വീട്ടിലുള്ളവർ ഏറ്റവും ടേസ്റ്റോട് കൂടി ആ ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങളൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിനുണ്ടാകുന്ന ഒരു ടേസ്റ്റും, അതേപോലെ തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥ ശരിയല്ല, നിങ്ങൾ ഭയങ്കര സാഡാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഇമാജിനേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തള്ളി തള്ളി വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു ഭക്ഷണവും രണ്ടും, ഇപ്പോ സാമ്പാർ വെക്കാണെന്ന് വിചാരിച്ചു, ഇതിൽ ഏതായിരിക്കും ടേസ്റ്റോടുകൂടി കുടുംബാംഗങ്ങൾ കഴിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോ അത് എന്തിനെയാണ് നമ്മൾ ഈ കൈപുണ്യം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്ന് നിങ്ങളിപ്പോ ചിന്തിക്കൂ. ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല പോലെ നമ്മുടെ ജീവിതത്തിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ആ ഭക്ഷണത്തിൽ നിന്നും രോഗങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അശ്രദ്ധമായിരുന്നു കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഇമാജിനേഷൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനെ വളരെയധികം ഇമോഷണലി സ്വാഗതം ചെയ്തുകൊണ്ട് ഒക്കെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് ദൈവഹത്യ വന്നു ചേരുന്ന കൈവശമായിട്ട്, നിങ്ങൾ ഏതെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുക്കലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, ആ കാരണമായിട്ട് ജീവിതത്തിലെ കുറെ കാലമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല, എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല, അപ്പൊ എന്താണെന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ജ്യോത്സ്യന്റെ അടുക്കലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ ജ്യോത്സ്യം പറയും നിങ്ങൾക്ക് കൈവശം ഏറ്റിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇങ്ങനെ ജപിച്ചു കൊണ്ടുവന്ന് കൈവശം തന്നതാണ്. അങ്ങനെ ആവണമെന്നില്ല. ദൈവഹത്യ ഉള്ള കൈവശം എന്ന് പറയുന്നത് നമ്മൾ സ്വയം വരുത്തി വെക്കുന്നതാണ്. അതായത് നിങ്ങളിപ്പോ ഭയങ്കരമായ വിഷമാവസ്ഥയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബ്രെഡ് എടുത്ത് കഴിച്ചാൽ പോലും അത് നിങ്ങളുടെ ശരീരത്തിൽ ദഹിക്കാതെ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, ദഹനക്കേട് ഉണ്ടാക്കും. അത് മാത്രമല്ല, ഈ ദഹനക്കേട് നമ്മളെ പല ചെറിയ ചെറിയ അസ്വസ്ഥതകളിലേക്ക് നയിക്കും. ഇത് നമ്മളുടെ ഇമോഷണലി കയറി ബാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഉദാഹരണം നോക്കിക്കോളൂ, പ്രണയിക്കുന്ന രണ്ടുപേര് പരസ്പരം ചോക്ലേറ്റുകൾ കൈമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ ആ ചോക്ലേറ്റിന്റെ പരസ്യം തന്നെ പലപ്പോഴും പ്രണയം വെച്ചിട്ടാണ് ആ ചോക്ലേറ്റ് അവർ വിൽക്കുന്നത്. അവരുടെ പരസ്യം പോലും പ്രണയം എന്ന ആ ഒരു ഇമോഷൻസിൽ ലിങ്ക് ചെയ്തുകൊണ്ടാണ് അവരുടെ വിൽപ്പനയൊക്കെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചോക്ലേറ്റ്
പ്രണയിക്കുന്ന രണ്ടുപേര്, ഒരാള് വളരെയധികം മനസ്സിൽ വളരെയധികം സ്നേഹം, ഇഷ്ടം, അതുപോലെ എന്താ പറയുക കെയറിങ്, ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് ഒരു ചോക്ലേറ്റ് മറ്റൊരാൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അപ്പോ ഈ വ്യക്തി ഇത് അതേ സന്തോഷത്തോടെ, അതേ എന്താ പറയുക ഇഷ്ടത്തോടെ സ്വീകരിക്കുകയാണ്. ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പ്രണയം വളർത്താൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എല്ലാം ഇത് സൃഷ്ടിക്കും. ഇമോഷണലി ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്നത് ഈ വൈകാരികാവസ്ഥയുമായിരിക്കും. അതുകൊണ്ട് പ്രണയം ഭയങ്കരമായിട്ട് ശക്തമായി നിൽക്കും. അതുപോലെ ചില എന്താ പറയാ ജാതീയ വ്യവസ്ഥിതികൾ അല്ലെങ്കിൽ മതം ആയിട്ട് ബന്ധപ്പെട്ട് റിലീജിയനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യവസ്ഥിതികളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാർ അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ 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 അതിലേക്ക് ചെന്ന് നിൽക്കുന്ന സമയത്ത് ആ സംഘടനാ ബോധമായിരിക്കും അവരിൽ ഏറ്റവും അധികരിച്ച് നിൽക്കുക. ജീവൻ കൊടുത്തും ചിലപ്പോൾ അതിനു വേണ്ടിയിട്ട് മരിക്കാൻ പോലും തയ്യാറാവും. മറ്റൊരു വിഷയവും നമ്മളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ കുറിച്ചോ ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധവും ഇല്ലാതെ ആ ഇമോഷൻ, ഏതെങ്കിലും ഒരു സംഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഇമോഷൻ, അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവും. അപ്പൊ എന്താ സംഭവിക്കുക? സ്വന്തം ജീവിതത്തെക്കാളൊക്കെ ഉപരി ആ ഒരു ഇമോഷന് വാല്യൂ കൊടുക്കും. ഇതുപോലെ തന്നെയാണ് പ്രണയത്തില് ചിലര് വാശിയിലായിരിക്കും. തന്റെ വാശി ജയിക്കാൻ വേണ്ടി ഏത് നീതിന്യായ വ്യവസ്ഥിതികളെയും ചവിട്ടിത്താഴ്ത്തും, അതിനെയൊക്കെ കണ്ടില്ല എന്ന് വെക്കും തന്റെ വാശിക്ക് വേണ്ടി. അപ്പോ തന്റെ ഉള്ളിൽ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന സാധനം? വാശി എന്ന് പറയുന്നത്. അത് തന്നെയായിരിക്കും തന്റെ നാശത്തിനും കാരണമാവുക. പക്ഷേ അതിൽ തന്നെ നമ്മൾ മുറുകെ പിടിച്ചു നിൽക്കും. ഇതാണ് കൈവശം എന്ന് പറയുന്ന കാര്യം. നമ്മൾ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കുന്നതും നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്നതുമായ കൈവശങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളിൽ പ്രവർത്തിക്കുക. കൈവശം എന്ന വാക്ക് ആരാണ് കണ്ടുപിടിച്ചതെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഇങ്ങനെയാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുക. നമ്മളെ ബാധിക്കുന്നത് ഇമോഷണലി ആണ്. ഏതെങ്കിലും ഒരു ഇമോഷണലുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടായിരിക്കും നമ്മളിലേക്ക് ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു ചിത്രം വരിക. നമ്മൾ പാചകം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളത് സമ്മാനിക്കുന്ന സമയത്തോ ഒക്കെ നമ്മളിൽ എന്ത് ഫീലിങ്സ് ആണോ ഉള്ളത് അതായിരിക്കും. ഇനി നല്ലപോലെ ഭയങ്കരമായിട്ട് പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തിൽ തന്നെ ജീവിക്കുന്ന ആ സമയത്ത് അവർ ഒരുപാട് സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ടാവും. ആ സമ്മാനങ്ങളിലൊക്കെ അവരുടെ ഇമോഷൻസ് പ്രോഗ്രാംഡ് ആയിരിക്കും. ഇത് കുറച്ചു ദൂരം മുമ്പോട്ട് പോകുന്ന സമയത്ത് അവിചാരിതമായി ഉണ്ടാകുന്ന എന്തെങ്കിലും സംഭവ വികാസങ്ങളിൽ ജസ്റ്റ് ഈ ലൈഫിൽ ഈ ഇമോഷൻ ഒന്ന് ടേൺ ചെയ്യും. ആ ടേൺ ചെയ്യുന്ന സമയം മുതൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിലൊക്കെ ദേഷ്യവും പുച്ഛവും അവഗണനയും വെറുപ്പും ഒക്കെ പ്രോഗ്രാംഡ് ആവാൻ തുടങ്ങും. അപ്പോ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് പ്രണയിച്ചിരുന്നവര് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പരസ്പരം ഡിറ്റാച്ച്ഡ് ആവാൻ തുടങ്ങും, അകലാൻ തുടങ്ങും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ മറ്റ് ലക്ഷ്യങ്ങളായിരുന്നാലും. ഒരു കാലത്ത് എനിക്ക് നല്ലൊരു വീട് വെക്കണം, അല്ലെങ്കിൽ നല്ലൊരു ജോലി വാങ്ങണം, നല്ലൊരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തിയുള്ള ഏതെങ്കിലും ഒരു ഇമാജിനേഷന്റെ പിന്നാലെ നമ്മൾ വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ നമ്മളുടെ ഈ ഇമാജിനേഷൻസ് ലക്ഷ്യങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് അതിനൊക്കെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് വേറെ മറ്റെന്തെങ്കിലും നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സ്യൂട്ട് ആവാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പിന്നാലെ ആയിപ്പോവും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മൾ എന്താ ഇതിന്റെ പിന്നാലെ ഇത്രയും ഇതായിട്ട് നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം ജീവിതത്തിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചിന്തിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കൈവശങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ടെക്നിക്കിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ എല്ലാവരും ഇനിയുള്ള പറയുന്ന കാര്യങ്ങൾ കൈവശം എന്താണെന്നും അത് എങ്ങനെയൊക്കെയാണ് നമ്മളിൽ റിഫ്ലക്ട് ചെയ്യുന്നതെന്നും ഇപ്പൊ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. ഇല്ലേ? സംശയമുണ്ടോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് അലോ ചെയ്യാം. നിങ്ങളുടെ സ്ക്രീനിൽ ആ റിയാക്ഷൻസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് അലോ ചെയ്യാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മനസ്സിലായോ, മനസ്സിലായില്ലയോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എഫക്റ്റ് എപ്പോഴെങ്കിലും നിങ്ങളെയൊക്കെ ബാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇപ്പോ തോന്നുന്നുണ്ടോ? എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുള്ളതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടോ? ഇമോഷണലി നിങ്ങൾ ഇൻബാലൻസ് ആയി പോകുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഒഴിവാക്കുന്ന നിലയ്ക്ക് പോവാം. ഒരു 5 മിനിറ്റ് ആർക്കെങ്കിലും മൈക്ക് എടുക്കാനുണ്ടെങ്കിൽ മൈക്ക് എടുക്കാവുന്നതാണ്.
ഹാൻഡ് റൈസ് ചെയ്യൂ, മൈക്ക് അലോ ചെയ്യാം. ഹലോ, ലിസി മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, മൈക്ക് എടുത്തോളൂ. ഹലോ സാർ, കേക്ക് നമസ്കാരം, പറയൂ. സാർ അതല്ല, നമ്മള് കൈവിഷം എത്തിയിട്ട് പിന്നെ അവരത് ഉള്ളിലുള്ളത് കളയാൻ വേണ്ടിയിട്ട് ഛർദിപ്പിച്ചു കളയുന്നു, അങ്ങനെയൊക്കെ അതൊക്കെ ശരിയാണോ? അങ്ങനെയൊക്കെ അതാണ് പോകുമോ? ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ പോവാനുള്ളത്, അതായത് ഇതിനേക്കാൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദഹിക്കാതെയൊക്കെ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഛർദ്ദിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ചേർത്തലയിൽ, തിരുവിഴ അത് മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് ശരി തന്നെയാണോ? അത് ഉള്ളിലുള്ളത് ഫുള്ള് പോകുമോ? ഉള്ളിൽ അതെ, പോകുന്നത് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ വിശ്വാസത്തിലാണ്, നമ്മളുടെ ബിലീവിലാണ് ഇത് പോകുന്നതും പോവാത്തത്. ഓ ഓ ഓ നമ്മൾ ബിലീഫ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഒരു കാര്യം മാറുമെന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ബിലീഫ് ചെയ്തൊരു കാര്യം, അതാണ് ഈ വാട്ടർ ടെക്നിക്കിലും നമ്മൾ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി അതിലെ പ്രോഗ്രാം ചെയ്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളത് പതിയെ പതിയെ ഇല്ലാണ്ടാവും. നമ്മുടെ ലക്ഷ്യങ്ങള്, നമ്മളുടെ ആഗ്രഹങ്ങള്, അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ടുള്ള നല്ല മാർഗങ്ങൾ നമ്മളിൽ കൃത്യമായിട്ട് പ്രോഗ്രാംഡ് ആവും. ഇത് ആചാര്യന്മാർ ചെയ്യുന്നത്. ഇപ്പൊ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാനിത് പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് ആ ജലം എടുത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഇമാജിനേഷൻ വരാതിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് മറ്റൊരാളുടെ, ഇത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളുടെ സഹായത്തോടു കൂടി ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ സമീപിക്കുന്നത്. മനസ്സിലായോ? അത് അവിടെ ഉള്ളവര് നിഷ്ഠയുള്ളവരാകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ആ ഒരു ഇമാജിനേഷൻ, ആ ഒരു വിഷത്തെ കളയാൻ അവർക്ക് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് സ്വയം അത് ശുദ്ധീകരിക്കാൻ പറ്റും. നമ്മളുടെ ശ്രദ്ധയില്ലായ്മയാണ് നമുക്ക് ഈ കൈവശം ഉണ്ടാകുന്നത്, അതാണ് കാരണം. ഓക്കെ, നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊന്നും അങ്ങനെ ഒരു ചിന്തയിലൊന്നും അല്ല കുക്ക് ചെയ്യാറ്. അതാണ്, അത് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യത്തില് എന്തിനാണ് നമ്മളത് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളുടെ ജീവിതം വളരെ ഭംഗിയായിട്ട് പോകും. പലപ്പോഴും എന്തിനത് ചെയ്യുന്നു എന്നുള്ള ബോധ്യമില്ലാതെ ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് ചീത്തയായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കിട്ടുക. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു കറി വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം വെക്കുന്ന സമയത്ത് ഇത് കഴിക്കുന്നവർക്കെല്ലാം, അല്ലെങ്കിൽ ഹോട്ടലിലായിക്കോട്ടെ എവിടെയും ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് ഇത് കഴിക്കുന്നവർക്കെല്ലാം ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ്, അവര് സന്തോഷത്തോടെ ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്നതായിരുന്നാലും നമ്മൾ മറ്റൊരാൾക്ക് വിളമ്പുന്നതായിരുന്നാലും ആ ലക്ഷ്യത്തോടു കൂടി അവർ വളരെ ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി സ്വാദോടു കൂടി അത് കഴിക്കുന്ന ഒരു ഇമാജിനേഷൻ നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ഭയങ്കര രുചികരമായിട്ട് അവരത് കഴിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് ശ്രദ്ധയില്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുമോ? നമ്മൾ ഏറ്റവും ആസ്വദിച്ചൊരെണ്ണം കുക്ക് ചെയ്യുന്നതും അതേപോലെ അതേ സാധനം തന്നെ ഒരു ഇമോഷണലി നമ്മൾക്ക് അത്ര ഗുഡ് അല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടാവില്ലേ? അതുപോലെ. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. അടുത്ത രണ്ടുപേരും കൂടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സീനത്ത് മേഡത്തിന് മൈക്ക് എടുക്കാവുന്നതാണ്. സീനത്ത് എന്നാണ് കാണുന്നത്. ഓക്കെ സാർ. പറയൂ മേഡം. ഞാന് എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് കൈവശം എന്നൊക്കെ പറയുമ്പം അതിന് അത്ര ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെ കൈവശം ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഒരിക്കൽ പറഞ്ഞു, അവൾക്കതുപോലെ കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എപ്പോഴും കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരാൾ അത് നീക്കം ചെയ്തതിന് ശേഷമാണ് അവൾക്കത് മാറ്റം വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് നീക്കം ചെയ്തതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ പൊക്കിളിന്റെ ഉള്ളിൽ നിന്ന് ഒരു കെട്ട് മുടി എടുത്ത് കളഞ്ഞു. എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അത് പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പൊ അതാണ്, ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ കണ്ടാലേ വിശ്വാസം വരുള്ളൂ. അപ്പൊ അവിടെയൊക്കെ ഇതുപോലുള്ള പല ടെക്നിക്കുകളും ഉപയോഗിക്കാറുണ്ട്. ഇപ്പം തിരുവിഴക്കവല ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ നമ്മള് നോക്കിക്കഴിഞ്ഞാല് തിരുവിഴക്കവല ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ആചാരം അനുസരിച്ച് അവരൊരു മരുന്ന് ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുക. ഈ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കും, വൊമിറ്റ് ചെയ്യും. വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള അവിടുത്തെ വിശ്വാസം. അതുപോലെ ഓരോ ആൾക്കാര് ചെയ്യുമ്പോൾ
അവരുടെ വിശ്വാസത്തിനും അവരുടെ ഗുരു ഉപദേശത്തിനും അനുസരിച്ചാണ് ചെയ്യുക. ഈ ചെയ്യുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ വർക്കൗട്ട് ആകുന്നത് ഒരു എനർജി ഫ്ലോ ആണ്. ആ എനർജി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്ന സാധനമാണ്, അതിന് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ പൊക്കലിൽ നിന്ന് മുടി എടുത്ത് കളയുക, അതുപോലെ നമ്മൾ ഈ കാല് വെള്ളത്തിലേക്ക് മുക്കി വെച്ചിട്ട് ചില ആൾക്കാർ ഈ ചില തോലുകളൊക്കെ കൊണ്ടിട്ട്, തോലെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഒക്കെ ഈ വൃക്ഷത്തിന്റെ കൊമ്പുകളില്ലേ, ചെടിയുടെ ഒക്കെ കൊമ്പുകൾ ഒടിച്ചെടുത്തിട്ട് അതിന്റെ ഇലയോടുകൂടി അതിങ്ങനെ ഉഴിഞ്ഞെടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ കളർ മാറുന്നത് കാണാം. ഇങ്ങനെ എടുത്ത് മാറ്റുന്ന ഒരു സംവിധാനമുണ്ട്. ഇതൊക്കെ ശരീരത്തിൽ വധിച്ചിട്ട് മുഴുവനായിട്ടും പോകുന്ന രീതിയിൽ മഞ്ഞൾപ്പൊടി മുക്കിയിട്ട് വെച്ചിട്ട് അതിന്റെ നിറം മാറ്റി അത് പൂർണ്ണമായിട്ട് ഇതെടുത്ത് കളയുന്ന സമയത്ത് ഇവർക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇത് ആരാണോ വിധേയനാകുന്നത് അവർക്കത് ഫീൽ ചെയ്യും, തന്നിൽ നിന്നൊരു വലിയ ഭാരം ഒഴിഞ്ഞു പോകുന്ന അറിയാൻ പറ്റും. ഇത് എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ്, ഇത് എടുത്തു മാറ്റുന്നത്. ഓക്കെ. ഇതില് സാറ് നേരത്തെ പറഞ്ഞു എന്താ ഇമോഷൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങള് എന്നുവെച്ചാൽ ശരീരത്തില് അമിതമായിട്ട് വരുന്ന വിഷാംശം അല്ലെ, അതാണ് ഇമോഷൻസ് ആയിട്ട് വരുന്നത്. അത് ഓക്കെ, എനിക്ക് സാറിന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ഭാഗം പറഞ്ഞ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഈ ഇമോഷൻസ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഓരോ ചിന്തകൾ. അതെ അതെ, ഇമോഷനിൽ ചെറിയ മാറ്റം, ഈ കൈവശം എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷനാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞുതരാം. ഇപ്പോ രണ്ടുപേര് തമ്മിൽ വളരെയധികം വഴക്കിട്ട് നിൽക്കുകയാണ്, അവരൊന്ന് ഒരുമിച്ച് പോകണം, അത് ആ കുടുംബത്തിന്റെ ആവശ്യമാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ എന്നെ ഒരാൾ സമീപിക്കുകയാണ്, ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. അപ്പോ ഇവർക്ക് ഈ നിരന്തരമായിട്ട് ഇവർ വഴക്കുകൾ കൂടുന്ന ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, ഇവർ വഴക്കുകൾ കൂടുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഇവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഇവരുടെ ഉള്ളിൽ ഈ അകൽച്ചയും ദേഷ്യവും ഒക്കെ ആയിരിക്കും ഫീൽ ചെയ്യുക. ഇത് സ്വാഭാവികമായിട്ട് കൂടി തന്നെയായിരിക്കും ഇവരുടെ പ്രശ്നങ്ങൾ. പിന്നെ നടക്കുന്നതൊന്നും കാര്യമുള്ളതാവില്ല. നിസാര കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നുള്ളി പിച്ചി മാന്തി എന്ന് പറയുന്ന പോലുള്ള കാര്യങ്ങൾക്ക് പോലും ഇവർ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇവരെ എങ്ങനെ നമുക്ക് ചേർത്ത് നിർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഒരുമിച്ച് നിൽക്കുന്ന, ഇവർ ഇമോഷണലി ഏറ്റവും അറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന, ഇവര് സന്തോഷത്തോടു കൂടി ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന് ഉണ്ടാകുന്ന നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഉണ്ടാകുന്ന ഉയർച്ചയെക്കുറിച്ച് കൃത്യമായ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോട് കൂടി ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കി അത് അത്രയും എക്സൈറ്റ്മെന്റോട് കൂടി നമ്മൾ അതിനെ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ, അതൊരു 2 മിഠായി മേടിച്ചിട്ട് അതിൽ പ്രോഗ്രാം ചെയ്തിട്ട് ഇവർക്ക് രണ്ടുപേർക്കും പ്രസാദമായിട്ട് കൊടുക്കുകയാണ്, കഴിച്ചോ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ശരിയാവും എന്ന് പറയുകയാണെങ്കിൽ, അത് പ്രോഗ്രാം ഇതുവരെ കഴിച്ചാൽ അതിൽ ഇമോഷണലി ചെറിയൊരു വ്യത്യാസം, ഒരു അലിവ് അവരുടെ മനസ്സിലുണ്ടാവും. പിന്നെ അത് പതിയെ വർക്കൗട്ട് ആവും. വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ ഇവർ ഇമോഷണലി പലപ്പോഴും സാഹചര്യങ്ങൾ വീണ്ടും മാറാൻ തുടങ്ങും. ഒരാൾക്ക് മറ്റൊരാളുടെ കെയർ ആവശ്യമാകുന്ന സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ വരാൻ തുടങ്ങും. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടി വീണിട്ടാവാം, അല്ലെങ്കിൽ ഒന്ന് താങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ അപകടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ മറ്റൊരാളുടെ കെയറിങ് ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത്, അപ്പൊ മറ്റാൾക്കും മുമ്പ് അവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ സമയത്ത് അവരെ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്തിരുന്നോ ആ ഇമാജിനേഷൻസ് ഈ അടുത്ത ആളിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയും മറ്റൊരാള് ആ കെയറിങ് കൊടുക്കാൻ തയ്യാറാവുകയും അവിടെ ചെയ്യും. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഒരു 3-4 മാസത്തിനുള്ളിൽ ഇവർ പതിയെ ഇവരെങ്ങനെയാണോ പതിയെ അകൽച്ചയിലേക്ക് പോയത് അതേപോലെ പതിയെ അടുത്ത ആ ഒരു ഇമാജിനേഷൻ നടപ്പിലാവാൻ ആവശ്യമായിട്ടുള്ള സിറ്റുവേഷനുകളിലേക്ക് എത്തിച്ചേരും. മനസ്സിലായോ? ഇത് നമുക്ക് നമ്മളുടെ വീടുകളിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഹലോ സിനത്ത് മേഡം, മൈക്ക് എടുത്തോളൂ. സിനത്ത് മേഡത്തിന് മൈക്ക് എടുക്കും. ഹലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഞാൻ പറയുന്നത്? ഹലോ, കേൾക്കുന്നുണ്ട് സാർ? ഓക്കെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്? മനസ്സിലായി. അതുപോലെ തന്നെ സാറ് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. അത് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വേറൊരാൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആ ഫുഡ് കഴിക്കുമ്പോൾ ഒരു അവരെ ഏത് ഫീലിംഗ്സിലാണ് അത് ഉണ്ടാക്കിയത്. അതെ, അതുകൊണ്ട് ഇതിന് പണ്ട് ഉള്ള ആൾക്കാര് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ട് കഴിക്കാൻ പറയില്ലേ? അതെ. ഭക്ഷണത്തിന് നന്ദി പറഞ്ഞിട്ട് കഴിക്കാൻ പറയുന്നത് ഈ കാരണം കൊണ്ടാണ്. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തിനാ ഈ ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തിന് ഉപകരിക്കണം അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയാണ് കഴിക്കുന്നത് എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്.
അപ്പൊ മറ്റൊരാൾ എന്തുദ്ദേശിച്ച് നൽകിയാലും നമ്മൾ കഴിക്കുമ്പോൾ ഈ ഭക്ഷണം ഇന്ന ഇന്ന കാര്യത്തിനാണ് നമ്മൾ കഴിക്കുന്നതെന്ന് ബോധ്യത്തോടു കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തന്നെ വർക്കൗട്ട് ആവും. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം എന്തിനാണ് കഴിക്കുന്നത് എന്നുള്ള ബോധ്യം കൃത്യമായിട്ട് മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ എന്റെ ശാരീരിക അവസ്ഥയും മാനസികാവസ്ഥയും ഒക്കെ ഇങ്ങനെയാണ്, പ്രസന്നനാണ്, അല്ലെങ്കിൽ എന്താ പറയാ, അതിന് ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആ ഇമാജിനേഷനാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ ചൊല്ലുന്ന കാര്യത്തിലല്ല, നമ്മുടെ മനസ്സിൽ അപ്പൊ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ സാർ. ഓക്കെ ഓക്കെ മാം. അടുത്ത ആളിലേക്ക് പോവാം. ശരി, അരുൺ സാർ ഒരു 2 മിനിറ്റ്. അരുൺ സാർ, എന്നിട്ട് ബാക്കി നമ്മൾ ആ ഒരു ക്ലീൻസിങ് കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അരുൺ സാർ പറയൂ. ഹലോ. ഹലോ, പറയൂ. എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ ഇപ്പോ നമ്മളൊരു രോഗിയായിട്ടുള്ള ഒരു വ്യക്തി നമുക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല്, തന്നു കഴിഞ്ഞ് കഴിഞ്ഞാല്, നമ്മളത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? രോഗിയായിട്ടുള്ള ആളോ? അത് ചിലപ്പോ ഒരു ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരാളായിരിക്കാം. എന്റെ ഒരു സംശയമാണ്. അത് നമ്മളെ എഫക്ട് ചെയ്യും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ഒരു നമ്മൾ കഴിക്കുന്ന നമുക്ക് ആവശ്യമുള്ള ഒരു ഇമാജിനേഷൻ ഇല്ലാതെ അതാണെങ്കിൽ നമ്മളെ എഫക്ട് ചെയ്യും. പക്ഷെ എനിക്ക് ഒരു 6 months ആയിട്ട് യാതൊരു പ്രോബ്ലംസും ഇല്ല. 3 നേരം നമ്മൾ ഡിപ്രഷൻ ബാധിച്ച ആളാണ്. അതെ. ഡിപ്രഷൻ ബാധിച്ച ആളാണ് ഭക്ഷണം പാകം ചെയ്ത് ആൾക്ക് തരുന്നത് പല അല്ലേ? അസുഖങ്ങളുണ്ട്, ഡിപ്രഷനുണ്ട്, നെഗറ്റീവാണ് ആള്, ഒരുപാട് നെഗറ്റീവാണ്. പക്ഷെ എനിക്ക് ആ ഭക്ഷണം ഞാൻ കഴിക്കാറുണ്ട്. പക്ഷെ എനിക്കത് ഭയങ്കര സാധുണ്ട്. അതുപോലെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. അതെന്തായിരിക്കും കാരണം? അത് നല്ല ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ മാനസികാവസ്ഥ, അദ്ദേഹത്തിന് ഭക്ഷണം ചെയ്യുന്നതിൽ ശ്രദ്ധ ഉണ്ടാവും, താങ്കൾക്ക് തരാനുള്ളതാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവും വ്യക്തമായിട്ടും. നെഗറ്റീവ് ഈ പല രീതിയിൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോ ഈ നെഗറ്റീവ് എന്ന് പറയുമ്പോ സ്വന്തം ജീവിതത്തെ മാത്രം നെഗറ്റീവായിട്ട് കാണുകയും ചുറ്റുപാടുകളെ പോസിറ്റീവായിട്ട് കാണുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോ സ്വന്തം ലൈഫിൽ ഡിപ്രഷനിലേക്ക് പോയിരുന്നാലും ചുറ്റുപാടുമുള്ളവരെ നന്നാവണം എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാവും. എല്ലാ കാര്യത്തിലും ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആള് ഭക്ഷണം കുറെ നാളായിട്ട് പാകം ചെയ്ത് തന്നിട്ടും നമുക്ക് അങ്ങനൊരു തോന്നിയിട്ടില്ല. അപ്പൊ ഞാനതൊരു ഡൗട്ടായിട്ട് ചോദിച്ചു. സാറിന് നല്ല ദൈവാനുഗ്രഹം ഉണ്ട്, ആറ്റിറ്റ്യൂഡ് നല്ല രീതിയിലായിരിക്കാം. ഞാൻ അമ്പലത്തിലൊന്നും പോവാറില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും. ആരാധനാലയങ്ങൾ സന്ദർശിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ക്ലീൻസിങ്ങിലേക്ക് നമുക്ക് പോവാം. എങ്ങനെയാണ് നമ്മളൊരു വാട്ടർ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിൽ എന്തെങ്കിലും കൈവശമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുക എന്നതിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ എല്ലാവരും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ നിങ്ങൾക്ക് കുടിക്കാൻ പാകത്തിനുള്ള വെള്ളം എടുക്കുക. വെള്ളത്തിലാണ് ജലം ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജലം. ജലത്തിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റീവ് ആവും. ഒന്ന്, ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ബിലീഫ് നമ്മളോടൊപ്പം ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിലീഫിൽ എന്താണോ ചെയ്യാൻ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ ഈ എനർജിയിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിലീഫിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ വിശ്വാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അത് നമ്മളിൽ റിസൾട്ട് ഉണ്ടാക്കുക. അപ്പോ നിങ്ങൾ ക്ലീൻസിങ് ചെയ്യുന്ന സമയത്ത് കൈവശം നിങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് അതിരാവിലെ വെറും വയറ്റിൽ നിങ്ങൾക്ക് കുടിക്കാനുള്ള ജലം എടുത്തു വെച്ചതിന് ശേഷം നിങ്ങളുടെ ഇടത് കൈയിൽ ജലം എടുത്തു വെച്ച് അത് ശുദ്ധീകരിക്കുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് വലത് കൈ കൊണ്ട് അടച്ചു പിടിച്ച് വലത് കൈയിലൂടെ അമൃത കലകൾ ആ ജലത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അത് ഒരു ഔഷധമായി മാറുന്നത് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ആരോഗ്യസ്ഥിതിയും ഏറ്റവും ആരോഗ്യകരമായ ഒരു മാനസികാവസ്ഥയും നിങ്ങൾക്ക് കൈവരുന്നതായിട്ട് ഇത് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയും കൈവരുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ഒരു ഗ്ലാസ് ജലം 3 മിനിറ്റ് സമയം കൃത്യമായിട്ടും നിങ്ങൾ അത് ഇടത് കൈയിൽ എടുത്തു പിടിച്ചു വലത് കൈ കൊണ്ട് അടച്ചു പിടിച്ച് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ ഏറ്റവും ബെറ്റർ ആയി മാറുന്നതായിട്ട് ഇമാജിനേഷൻ നിങ്ങൾ കൊണ്ടുവന്ന് അതിനെ ഔഷധമാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് വെറും വയറ്റിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തുടർച്ചയായിട്ട് ഇപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡാണ്, നല്ല ഏകാഗ്രത കിട്ടുന്ന ഒരു മൈൻഡാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഇടയ്ക്ക് ഈ ഒരു 3 മിനിറ്റ് സമയം നമ്മൾ ചിന്തിക്കുന്നതിനിടയ്ക്ക് ഒരുപാട് ചിന്തകൾ നെഗറ്റീവായിട്ട് കയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 7 ദിവസമൊക്കെ നല്ല പോലെ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ഉണ്ടാവും. ശാരീരിക അവസ്ഥ മാറുന്നത്, മാനസികാവസ്ഥ മാറുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ക്ലെൻസിങ് ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അത് രാവിലെ ചെയ്യുക, വെറും വയറ്റിൽ ആദ്യത്തെ ഗ്ലാസ് ഉള്ളിലേക്ക് എന്തെങ്കിലും ചെല്ലുന്നതിന് മുമ്പ് ആദ്യത്തെ ഗ്ലാസ് കുടിക്കാനുള്ള വെള്ളം എടുക്കുക. അത് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, തിളപ്പിച്ചാറ്റിയതോ പച്ചവെള്ളമോ ഏതാണോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ ജലം എടുക്കുക. അത് ഇടത് കൈയിൽ എടുത്തു പിടിക്കുക. അത് ശുദ്ധീകരിക്കുന്നതായിട്ട്, അഗ്നികലകളാൽ അത് ശുദ്ധീകരിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. നല്ല മഞ്ഞ നിറത്തിൽ ആ ജലം ശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. വലത് കൈകൊണ്ട് അടച്ചു പിടിച്ചതിന് ശേഷം അമൃതകലകൾ അതിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. അതൊരു ഔഷധമായി മാറിയിരിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. അതിനുശേഷം വളരെ സാവധാനം ഓരോ ചെറിയ ചെറിയ തുള്ളി ഇതായിട്ട് നിങ്ങൾ ഓരോ ചെറിയ ഇറക്കുകളായിട്ട് ഒറ്റയടിക്ക് വലിച്ചു കുടിക്കാതെ സാവധാനം സിപ്പ് ചെയ്ത് കുടിക്കുക. ആ കുടിക്കുന്ന ജലം നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും എത്തിച്ചേരുന്നത് നിങ്ങൾ അനുഭവിച്ചറിയുക. അത് ഓരോ തുള്ളിയും ഇറക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും അതിനെ അനുഭവിച്ചറിഞ്ഞു മനസ്സിലാക്കുക. ഇങ്ങനെ ചെയ്താൽ 7 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വെറും വയറ്റിൽ മറ്റെന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് ഈ ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന കൈവശങ്ങളൊക്കെ മാറിപ്പോകുന്നതും നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നതും അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങി, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയിക്കാവുന്നതാണ്. മാറ്റമുണ്ടോ മാറ്റം ഇല്ലയോ, എന്താണ് നിങ്ങൾക്ക് അതിലൂടെ ഫീൽ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒന്ന് മൈക്ക് അലോ ചെയ്യാമോ ഹോസ്റ്റ്? ഹലോ, മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലേ? ഓക്കെ, മൈക്ക് എടുത്തിട്ടുണ്ട്. വീണ്ടും അത് മ്യൂട്ടായി പോയല്ലോ. ഒരിക്കൽ കൂടി മൈക്ക് എടുക്കൂ. കേൾക്കാമോ? കേൾക്കാം. അയ്യോ, വീണ്ടും ഇതായിപ്പോയി, മൈക്ക് ഓഫ് ആയിപ്പോയി, കേൾക്കുന്നില്ല. ശരിയായിട്ടുണ്ട്, ഓൺ ആയിട്ടുണ്ട്. കേൾക്കാമോ? കേൾക്കാം, പറയൂ സർ. ശർമാജി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ചെറിയ സംശയമാണ്. ഇതിപ്പോ ഒരു 100% വിശ്വാസത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ചികിത്സയല്ലേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? എന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ എന്റെ ഏതെങ്കിലും ഒരു ബന്ധുവിന് ഇങ്ങനെ ഒരു കൈവശം ഉള്ളിൽ സ്വമേധയാ വന്നതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ നേരത്തെ ഇവിടെ ശർമാജി പറഞ്ഞു, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. നേരത്തെ പറഞ്ഞോ, കൈവിഷം എന്നുള്ള കാര്യത്തിനെ പറ്റി പലർക്കും പല തെറ്റായിട്ടുള്ള ഒരുപാട് ധാരണകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ ഫസ്റ്റ് മൈക്കെടുത്ത മാഡം തന്നെ പറഞ്ഞൊരു കാര്യം അതാണ്, ഛർദ്ദിച്ച് കളയാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളതിൽ വിശ്വാസത്തിൽ 100% ഊന്നിക്കൊണ്ട് മാത്രമല്ലേ അത് സാധ്യമുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ ഒരു കാര്യം എനിക്കതിൽ വിശ്വാസമുണ്ട്.
അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഒരു വാട്ടർ ടെക്നിക്ക് പോലുള്ള ഒരു കാര്യങ്ങൾ ആ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ആ ആൾക്ക് അതിൽ വിശ്വാസം ഇല്ല എങ്കിൽ അതെങ്ങനെയാണ് സാധ്യമാവുക? എന്ന് വെച്ചാൽ അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ ഇത്. ആ ആൾക്ക് 100% ബോധ്യമായാൽ മാത്രമല്ലേ ഈ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് എനിക്ക് എന്റെ ഉള്ളിലുള്ള വിഷം പുറത്ത് കളയാൻ പറ്റും, അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാക്കി കളയാൻ പറ്റുന്ന ആ ആൾക്ക് 100% ബോധ്യമാവണല്ലോ, വിശ്വാസം ആവണല്ലോ, എന്നാലല്ലേ അത് സാധ്യമാവുള്ളൂ. ഓക്കെ, അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം സാറിനോട്. അതായത് അവിടെ നമ്മൾ ഈ അനിമൽ മാഗ്നറ്റിസം എന്ന് സാർ കേട്ടിട്ടുണ്ടോ? സാർ ഒന്ന് മൈക്ക് ഓണിൽ വെക്കോ, അപ്പൊ നമുക്കത്. ഹലോ, സാറിന്റെ മൈക്ക് ഇടയ്ക്ക് ഓൺ ആവുന്നു ഓഫ് ആവുന്നു. ഓക്കെ, ഈ അനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് നമ്മുടെ സാറെ ഉള്ളിലുണ്ടാ സാറെ കേൾക്കാമോ? ആ ഓക്കെ ഓക്കെ കേൾക്കാമോ ഓക്കെ സാർ? ഓക്കെ 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 ഓക്കെ. ശരി ശരി. ശർമ്മജി, ഞാൻ ആനിമൽ മാഗ്നറ്റിസം ആദ്യമായിട്ട് കേൾക്കുന്നത് കഴിഞ്ഞ സാറിന്റെ ക്ലാസ്സിലാണ്. ആ ഒരു വാക്ക് തന്നെ ഓക്കെ ഞാൻ കേൾക്കുന്നത് 100% ഞാനത് ഉൾക്കൊള്ളുന്നു. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ശരീരത്തിൽ നിന്ന് നമ്മൾ പുറന്തള്ളുന്ന ഒരു ഊർജം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാന്തിക വലയം നമുക്ക് ചുറ്റും അതെ അതെ ഉണ്ട് എന്നുള്ളത് അത് അതെ ശരിക്കും 100% ആയതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുവരെ. പക്ഷെ അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ആനിമൽ അതെ മാഗ്നറ്റിസം. ഓക്കെ ഓക്കെ ഓക്കെ, സാറ് പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചിന്തകളിലൂടെ ഉണ്ടാകുന്ന ഊർജം, ചിന്തകൾ എന്ന് പറയുന്നത് ചിത്രങ്ങളുടെ രൂപത്തിലാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഉണ്ടാകുന്ന ഊർജം നമ്മളുടെ ഒരു വൈദ്യുത കാന്തിക തരംഗങ്ങളായിട്ട് ഒരു അനിമൽ മാഗ്നറ്റിസം, അതായത് ജൈവ കാന്തിക ഊർജമായിട്ട് നമുക്ക് ചുറ്റും തന്നെ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതേ ഊർജം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ടെലിപ്പതി എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ മാനസികമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളിലേക്ക് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന സമയത്ത് നമുക്ക് സന്ദേശങ്ങൾ പാസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ടെലിപ്പതി എന്ന് പറയുന്നത്. അപ്പൊ ഇത് എല്ലാം ഊർജവുമായിട്ട്, നമ്മളുടെ ചിന്തകളിലൂടെ ഡെവലപ്പ് ആകുന്ന ഊർജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ സാറ് പറഞ്ഞതുപോലെ വിശ്വാസം ഇല്ലാത്ത ഒരാളിൽ ഇത് എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുക? ഇപ്പൊ വിശ്വാസം ഉണ്ടായിട്ടല്ലല്ലോ നമുക്ക് ഇപ്പൊ ഒരാൾ കൈവശം, അല്ലെങ്കിൽ നമ്മളിപ്പോ വളരെ സാഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സിൽ ഒരു ഫുഡ് കഴിച്ചിട്ട് നമുക്കൊരു കൈവശം ഉണ്ടാവുക, കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും അത് നമ്മളെ വിട്ടു പോവാതെ നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, ഇതൊന്നും നമ്മൾ വിശ്വസിച്ചിട്ടല്ലല്ലോ നമ്മളിൽ ആ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അത് റിസൾട്ട് ആയിട്ട് വരികയല്ലേ. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്കും കൈവശം ബാധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കുക. അപ്പൊ അതുപോലെ തന്നെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്കും ഇത് മാറ്റാനും പറ്റും. ഇപ്പൊ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് സാറിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്ന് വിചാരിക്കുക. ആ സുഹൃത്തിന് കൈവശം ബാധിച്ചിട്ടുണ്ടെന്നൊരു വിശ്വാസം ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം ഒരു സമയം മുതൽ അദ്ദേഹത്തിന്റെ ലൈഫ് വളരെ മോശം അനുഭവങ്ങളിലൂടെയും മോശമായിട്ടുള്ള അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കൈവശം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സാറിന് മനസ്സിലായി, അല്ലെങ്കിൽ സാറിന് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഇമോഷണലി അദ്ദേഹം ഇംബാലൻസ്ഡ് ആണ് എന്ന് മനസ്സിലായി. അത് നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സാറിന് മനസ്സിലായി. പക്ഷെ അദ്ദേഹത്തിന് ഇതിലൊന്നും വിശ്വാസമില്ല. അദ്ദേഹത്തിന് അനുഭവങ്ങൾ ഇങ്ങനെയാണ്, പക്ഷെ അദ്ദേഹത്തിന് ഇത് കൊണ്ടാണ് എന്നുള്ള വിശ്വാസമൊന്നുമില്ല. അങ്ങനെ സാറിന് ഇപ്പൊ അത് കൃത്യമായിട്ട് അറിയാം, അദ്ദേഹത്തിന് കൈവശം ബാധിച്ചിട്ടാണ് അദ്ദേഹം ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലും ആ ഒരു റൂട്ട് മാറിപ്പോകുന്നെന്ന് സാറിന് വ്യക്തമായിട്ട് മനസ്സിലായി. അദ്ദേഹത്തിന് വിശ്വാസം ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ അനുഭവം കണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം കുറെ കാലമായിട്ട് കാണുന്ന സാറിന് ആണ് എന്താണ് ആൾ ഇങ്ങനെ ആയിപ്പോയത് എന്ന് തോന്നുന്ന രീതിയിൽ സാറിന് അത് മനസ്സിലായി. കുറച്ചു കാലമായിട്ട് ഇവൻ കഴിക്കുന്ന ഭക്ഷണത്തിലും എല്ലാറ്റിലും ഈ നെഗറ്റീവ് തോട്ട്സ് ആണ് ഉള്ളത്, നെഗറ്റീവ് വൈബ്രേഷൻ ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇവന് നിരന്തരമായിട്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ഇവന്റെ മൈൻഡ് ഏതെങ്കിലും ഒരു ഇമോഷനിൽ പെട്ടത്, അല്ലെങ്കിൽ നിരാശ, അല്ലെങ്കിൽ ദേഷ്യം, വാശി, വൈരാഗ്യം എന്നിങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമാജിനേഷൻ പെട്ടി കുരുങ്ങി അതിന്റെ പിന്നാലെ 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 നിരന്തരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് സാറിന് മനസ്സിലായി. ആൾക്ക് മനസ്സിലായിട്ടില്ല, ആൾക്ക് വിശ്വാസവും ഇല്ല. പക്ഷേ സാറിന് മനസ്സിലായിട്ട് സാറ് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പോം വഴി സാറ് ഉചിതമായ നല്ലൊരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് എന്നുള്ള നിലയിൽ സാറിന് അത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ സാറ് തുനിയാണെങ്കിൽ സാർ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു സൈക്കിക് ഫീൽഡ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അതായത് അദ്ദേഹം ഇപ്പോ അവിടെ കാണുന്ന കാഴ്ചകളിലും കേൾക്കുന്ന വാർത്തകളിലും ഒക്കെ
അദ്ദേഹത്തിന്റെ നെഗറ്റീവ് അനുഭവങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ദിവസവും കുറ്റപ്പെടുത്തലുകള്, പരാതികള്, പരിഭവങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഉണരുകയും ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ആ അറ്റ്മോസ്ഫിയർ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു സർപ്രൈസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിന്റെ സൈക്കിക് ഫീൽഡ് ഒന്ന് മാറ്റിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ റൂട്ട് ഒന്ന് മാറ്റിക്കൊണ്ട്, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനും, ആ കഴിക്കുന്ന ഭക്ഷണത്തിനോടൊന്ന് റെസ്പെക്ട് ചെയ്യാനും അതിന് നന്ദി പറയാനും ഒക്കെയുള്ള സിറ്റുവേഷൻസ് സാർ ക്രിയേറ്റ് ചെയ്ത് നോക്കിയേ. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് അദ്ദേഹത്തിന്റെ റൂട്ട് മാറുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതചര്യ സാർ ഒന്ന് റീഡയറക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് കണ്ടിന്യൂസ് ചെയ്ത് ആ സൈക്കിക് ഫീൽഡിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ആ സൈക്കിക് ഫീൽഡിൽ അദ്ദേഹം കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും നല്ല വിഷ്വലൈസേഷനുകൾ മനസ്സിൽ കണ്ടുകൊണ്ട് അത് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ സാർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അദ്ദേഹത്തിന് വിശ്വാസം വേണ്ട. ഓക്കെ മനസ്സിലാവും. സ്വാഭാവികമായിട്ട് അത് വർക്കൗട്ട് ആവും. ദൈവഹത്യ വന്ന് കൈവശം ദൈവഹത്യ തന്നെ റിമൂവ് ആവും. മനസ്സിലായോ സാറിന് ഇത് എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നതെന്ന്? ഓക്കെ എനിക്ക് മനസ്സിലായി സാറേ. എന്ന് വെച്ചാല് ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോയാലും അല്ലെങ്കിൽ പള്ളിയിൽ പോയാലും എവിടെ പോയാലും നമുക്ക് ഇതിന് പരിഹാരമായിട്ട് ചെയ്തു തരുന്ന ഇതേ സാധനം തന്നെയാണ്. അവിടെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത, ആ ഒരു അറ്റ്മോസ്ഫിയറും അത് ചെയ്യുന്ന ആളുടെ വിൽ പവറും ഭയങ്കരമായിരിക്കും. കാരണം അദ്ദേഹം ഇതുപോലെ ഒരുപാട് ആൾക്കാരെ മാറ്റിയിട്ടുള്ള ഒരു വിൽ പവർ ഉണ്ട്. അത് നൽകുന്ന ആ കോൺഫിഡൻസ് നൽകുന്ന ഒരു ഫ്രീക്വൻസി ഭയങ്കര ഹൈ ആണ്. അവിശ്വാസിയിലും മാറ്റം ഉണ്ടാക്കാൻ ആ ഒരു ഫ്രീക്വൻസിക്ക് കഴിയും. അതുകൊണ്ടാണ് പുരോഹിതന്മാർ ഇത് ചെയ്യുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ എഫക്റ്റ് റിസൾട്ട് ഉണ്ടാക്കുന്നത്. മനസ്സിലായി. അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും ഇത് വർക്കൗട്ട് ആവും. വിശ്വാസം ഉള്ള ആൾക്കാരിൽ ഇതുപോലെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ക്ഷേത്രത്തിലോ പള്ളിയിലോ കൊണ്ടുപോയാൽ മതി. വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ സൈക്കിക് ഫീൽഡ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ അത് കുറച്ച് പതുക്കെ ആവുള്ളൂ. വിശ്വാസമുള്ളവർക്ക് ആ വിശ്വാസം കൊണ്ടത് പെട്ടെന്നാവും സഡൻലി ആവും. പിന്നെ ആ ചെയ്തു കൊടുക്കുന്ന ആളുടെ വിൽ പവർ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നല്ല വിൽ പവർ ഈ 10 പേർക്ക് ചെയ്തു കൊടുത്ത് അതില് ഇപ്പം ഒരു ശരാശരി എടുത്തു കഴിഞ്ഞാൽ 75% കൂടുതൽ ആൾക്കാരും നല്ല റിസൾട്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, മാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് 10ഓ 100ഓ ആൾക്കാർക്ക് ഇത് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസിലൂടെ അയാൾക്ക് കിട്ടുന്ന ഒരു വിൽ പവർ ഉണ്ടല്ലോ, അതൊരു ഹൈ ഫ്രീക്വൻസിയാണ്, ദൃഢനിശ്ചയമാണ്. മാറുമോ മാറൂല എന്നുള്ള സംശയമൊന്നും അദ്ദേഹത്തിനില്ല. മാറുമെന്ന് 100% ഉറപ്പിച്ചാണ് അദ്ദേഹം മരുന്ന് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും കയ്യിലും ആ പ്രോഗ്രാമിങ്ങിലും ഒക്കെ അത് ഉണ്ടാവും, ആ വിൽ പവർ ഉണ്ടാവും. അത് കഴിക്കുന്ന ആൾക്ക് റിസൾട്ട് ആയിട്ട് എഫക്റ്റ് ചെയ്യും. ഇതാണ് ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത് തന്നെ ചെയ്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേകമായ ഒരു കൈവഴക്കം ഉണ്ടാവുമല്ലോ അല്ലെ? ആ കോൺഫിഡൻസ് നൽകുന്ന ഒരു ഇതുണ്ട്. അവർ ആ കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട്, ആ ഇമാജിനേഷൻ കിട്ടുന്ന ഒരു പവർ ഉണ്ട്. ഓക്കെ താങ്ക് യു. നമ്മൾ കുട്ടികളിലൊക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മളുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീട്ടിൽ ബന്ധുക്കള്, നമ്മളുടെ ഇതിൽ നിൽക്കുന്ന ആൾക്കാർ പലരും പലരെ കുറിച്ചും പരാതികളും പരിഭവങ്ങളും പറയുന്ന സമയത്ത് നിങ്ങൾ ആ പരാതികളും പരിഭവങ്ങളും പറയുന്നത് മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ എന്താണോ ആവശ്യമുള്ളത്, ഇപ്പൊ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ അവരത് എങ്ങനെ കഴിക്കണമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്, ആ ഒരു ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തും വെള്ളം എടുത്തു കൊടുത്തും അവരോടൊരു വാക്കുപോലും സംസാരിക്കാതെ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഭാവങ്ങള്, ഓരോന്നിനോടുള്ള സമീപനങ്ങള്, അവരുടെ ഇമോഷൻസ്, ഇതിലൊക്കെ ഇടപെടാൻ പറ്റും. ഒരു പരാതിയോ കുറ്റപ്പെടുത്തലോ പറയാതെ ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ വളരെ വ്യക്തമായിട്ട് ഇടപെടാൻ പറ്റും. മക്കളെ കുറിച്ചൊക്കെ പരാതി പറയുന്ന അമ്മമാര് പ്രത്യേകമായിട്ട് ഇതൊന്ന് നോട്ട് ചെയ്യുക. അവരോടൊന്നും അവർക്ക് എന്താണോ വേണ്ടത് ആ ഇമാജിനേഷൻ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൃത്യമായിട്ട് ആ ഭക്ഷണം കഴിക്കുമ്പോൾ അവരിലേക്ക് സ്വാഭാവികമായിട്ട് ആ ഇമാജിനേഷൻസ് ഡെവലപ്പ് ആവും. പതിയെ അവർ ആ റൂട്ടിലേക്ക് മാറുന്നത്, ഇമോഷണലി അവർ പതുക്കെ നമ്മൾ എന്തിലേക്കാണോ അവരെ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് അവരെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും.
പ്രേമിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ കാമുകന്മാര് സ്വീറ്റ്സ് കൈമാറുന്ന ആ എക്സൈറ്റ്മെന്റോട് കൂടി അല്ലെങ്കിൽ ആ ഒരു മാനസിക അവസ്ഥയോടുകൂടി നമ്മളും ഇതിനെ സമീപിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഭക്ഷണത്തിനെയൊക്കെ അത്രയും ഇമ്പോർട്ടൻസോട് കൂടി നമ്മൾ കാണണം, അത്രേ ഉള്ളൂ. നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോ ഇനി ആർക്കും സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കണു. എന്തായാലും ഇത്രയും നേരം ഈ കാര്യങ്ങൾ കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് സെഷനിലേക്ക് പോവാം. ആർക്കും സംശയമൊന്നും ഇല്ലാലോ? 9 മണി കഴിഞ്ഞു, 9:10 ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവർക്കും എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലതുണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ജീവിതാനുഭവങ്ങളിലൂടെ, സമൃദ്ധമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. വളരെ ശാന്തമായി സ്വസ്ഥമായി ഉറങ്ങുക. രാവിലെ ഊർജ്ജസ്വലതയോടുകൂടി ഉണരുക. നല്ലൊരു പ്രഭാതത്തെ വരവേൽക്കുക. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. താങ്ക് യു ഓൾ.